പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നിട്ട് ഇവളുടെ കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇവർക്ക് കുറച്ച് നോട്ട് കൊടുക്കും. കാര്യം പുള്ളിക്കാരത്തേക്ക് മെറിറ്റില്ലല്ലോ. മെറിറ്റില്ല, പിന്നെ എന്താ ഉള്ളത്? ഗ്രേസ് അല്ലേ ഉള്ളൂ, കൃപയല്ലേ ഉള്ളൂ, യോഗ്യതയില്ല. പിന്നെ ഉള്ളത് എന്താ? കൃപയാണ്. കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കണം. അതിന് ഇവൾ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൃപാസനം പത്രം മേടിച്ചിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമാണ്. അത് എല്ലാവർക്കും വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ ഫുൾ ആൻഡ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളെ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും ഒരു വേണമെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെ ആർക്കുണ്ടെങ്കിലെ കൊണ്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ട് ഓരോ സാധനം ഇട്ടച്ചും പോരുകയല്ലേ. അങ്ങനെ ഒന്നും വർക്ക് ചെയ്താൽ ദൈവത്തിനറിയാം. ഇത് നീ ഒന്നാമത്തിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യണ പല കാര്യങ്ങളും പല സൽപ്രവൃത്തികളും അതിൻ്റെ വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ കാര്യം അതിന് മരിയൻ മാർക്കിങ്ങിലേക്ക് വരാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? നിങ്ങളൊത്തിരി സൽപ്രവൃത്തികൾ ചെയ്യുന്നില്ലേ? പക്ഷെ അതിനൊന്ന് ചില സൽപ്രവൃത്തിക്ക് ഇപ്പം നമ്മളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരം എഴുതുമ്പോൾ ചില സാറുമാർ നമ്മൾ എത്ര കിണ്ണം കാഴ്ചയായിട്ട് എഴുതിയാലും ശരി 10 മാർക്ക് ഉണ്ടെങ്കിൽ 6 മാർക്ക് തരത്തുള്ളൂ. 7 മാർക്ക് തരാത്തതിന് അവർക്ക് കൈവറക്കും ഉടനെ. അവരുടെ രീതി അതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സൽപ്രവൃത്തികൾ ഭംഗിയായിട്ടൊക്കെ ചെയ്താലും അതൊരു മരിയൻ മാർക്ക് അതിന് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ രോഗികളെ കണ്ടു, അല്ലെങ്കിൽ രോഗികളെ കുടുംബത്തിൽ ചെന്ന് അപ്പൂപ്പനെ കുളിപ്പിച്ചു, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചു, ആശുപത്രിയിൽ കൊണ്ട് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് പൈസ പഠിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒത്തിരി സൽപ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. പക്ഷേ അതിനൊരു മരിയൻ മെഷർമെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യുന്നതെന്നല്ല പ്രശ്നം, എന്തു മനോഭാവം കീപ്പ് ചെയ്യുമ്പോഴേ. ഉടമ്പടി എടുത്തല്ല, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാൽ ചെയ്തേക്കാവെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം നമുക്ക്. അത് സാങ്കേതികം എന്നാണ് പറയണത്. സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി ചെയ്താൽ ചിലപ്പോൾ 10ൽ 5 മാർക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന 10ൽ 9 മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിയൻ മരിയൻ മെഷർമെൻറ്റിൽ ചെയ്യണം. മരിയൻ മെഷർമെൻറ്റ് എന്താണ്? ഒരു സൽപ്രവൃത്തി ഉടമ്പടി വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട മരിയൻ മെഷറാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? മെഷർമെൻറ്റ് പല കാര്യങ്ങളില്ലേ. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ അളക്കുന്നെങ്കിൽ തെർമോമീറ്റർ ഇല്ലേ, അപ്പോൾ കാലാവസ്ഥയൊക്കെ അളക്കുന്ന സിസ്മോമീറ്റർ. ഇങ്ങനെ ഓരോരോ അവസ്ഥകൾക്ക് വ്യത്യസ്തമായ അളവുകോലാണ് ഉള്ളത്. അവസ്ഥകൾ അളക്കുന്നത് വ്യത്യസ്തമായ അളവുകോല് കൊണ്ടാണല്ലേ. അതിന് ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ അളക്കുന്നത് മരിയൻ മെഷർ ഉപയോഗിച്ചാണ്. മരിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എന്താ? അത് അമ്മ കൈവരിച്ച മനോഭാവങ്ങളാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകണം. മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അതിന് ഫുൾ മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് സാങ്കേതികമായി പോകും. പറഞ്ഞൊപ്പിച്ച് എണ്ണിയൊപ്പിച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. എണ്ണിയൊപ്പിച്ച് ചെയ്യാം. ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മരിയൻ മെഷർ എന്ന് പറയണത് ഇപ്പം അമ്മയാണ് ഉടമ്പടി പ്രകാരം ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എല്ലാം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. മനസ്സിലായില്ല? അത് ഉടമ്പടിയാണേ. ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടാൻ വേണ്ടി അമ്മ ചെയ്തതും ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയണ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. ആ അമ്മയുടെ മെഷർമെൻ്റാണ് മരിയൻ മെഷർ. അതെന്ത് രീതിയിലാണ് അമ്മ അത് സ്വീകരിച്ചത്? അതിൽ നിന്ന് ആ ഉടമ്പടി പ്രകാരം അമ്മയ്ക്ക് എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, അല്ലേ? അജ്ഞാതമായ രാജ്യത്ത് പോയി പെരുവഴി കിടന്ന് പ്രസവിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഉള്ള എല്ലാവിധ ന്യൂനമർദ്ദങ്ങൾ, ആത്മീയ കാലാവസ്ഥയുടെ ന്യൂനമർദ്ദങ്ങളിലൂടെ എല്ലാം അമ്മ കടന്നു പോകുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നൊരു മരിയൻ മെഷറുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടനെ രോഗിനെ പോയി കുളിപ്പിച്ച് 2 സോപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടി വെച്ചും കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കോരി വെച്ച് ഉടനെ ഇൻ്റർനെറ്റിൽ വിസ വന്നാന്ന് അടിച്ച് നോക്കിയാൽ പണി തെണ്ടിയത് തന്നെ. പല അണ്ണന്മാരും ചേച്ചിമാരും പെങ്ങന്മാരും ചെയ്യണത് ഇങ്ങനെയാണ്. ഓരോ പണി ചെയ്യും. ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കും, വിസ വന്നാന്ന് നോക്കും.
എൻ്റെ മകളെ, എന്ത് പറയാനാണ് നിന്നെക്കുറിച്ച്? ഇങ്ങനെയല്ല ദൈവത്തോട് ഇടപെടേണ്ടത്. ഓരോ കാര്യം ചെയ്തിട്ട് വന്നിട്ട് കമ്പ്യൂട്ടർ നോക്കും, ഓഫർ ലെറ്റർ വന്നാന്ന് നോക്കും, റിസൾട്ട് വന്നാൽ, സർട്ടിഫിക്കറ്റ് വന്നാന്ന് നോക്കും. അങ്ങനെ ദൈവത്തിനെ ഭീഷണിപ്പെടുത്തി നോക്കുകയല്ല. നിൻ്റെ നക്കാപ്പിച്ച കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത്. നിനക്ക് ദൈവം കൃപ തന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ല നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൈ കാലം പൊങ്ങാത്ത എത്രയോ മനുഷ്യരുണ്ട്. കൈ കാലം പൊങ്ങുന്നതിന് ആദ്യം ദൈവത്തോട് നന്ദി പറയുക. ശ്രുതികണ്ട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആശ്ലി എന്താ ചെയ്യണമെന്നറിയാവോ? ആശ്ലി പിന്നീട് ചെയ്തത് കുറേ നിലഗിരിയിലല്ലേ, കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. രണ്ടാമത്തെ വരവിന് കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. തമിഴ് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പക്ഷേ തമിഴ് ഇവർക്ക് അറിയത്തില്ല. ഈ തമിഴിൽ വിശ്വാസപ്രമാണം ചിലർ എഴുതണമല്ല, അത് ആൾക്കാർക്ക് കൊടുക്കണമല്ലോ, അതാണ് അവൻ്റെ രീതി. അതൊക്കെ അറിയത്തില്ല. ആങ്ങളെ കൊണ്ട് കുത്തിയിരുന്നത് തമിഴ് വിശ്വാസപ്രമാണം എഴുതിക്കും. ഓരോ മനുഷ്യന്മാർ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കണ രീതി പറഞ്ഞു തരികയാണ്. അത് നിങ്ങളീ കാണിച്ചു കൂട്ടിയിരിക്കുന്ന നേർച്ച ഇടൽ പരിപാടിയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഉടമ്പടി നേർച്ച പോലെ ഇടച്ചും പോയി അണ്ണന്മാരില്ലേ, അതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ അത് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോയി ജോലി ചെയ്യണം. എന്നിട്ട് എന്താ നമ്മുടെ റിസൾട്ട് ദൈവത്തിന് ഏൽപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം ഇഷ്ടമുള്ള പോലെ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. അല്ലാതെ നീ ഇങ്ങനെ നക്കാപ്പിച്ച ഓരോ കാര്യം ചെയ്തും എൻ്റെ ആനക്കാര്യം ചെയ്തെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദൈവം എനിക്കത് ചെയ്തതെന്നും ദൈവമായിട്ട് ബാർഗെയിൻ ചെയ്യണ പരിപാടിയല്ല. അങ്ങനെ ബാർഗെയിൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത്രയും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ? അവർ അമലോത്ഭവയാണ്. കുഞ്ഞുനാൾ മുതൽ ദൈവം എന്നും പറഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞിട്ട് ഏതാണ്ട് പള്ളി തന്നെയാണ് 12-ാം വയസ്സ് വരെ താമസിച്ചത്. ഈ വചനം മുഴുവനും കേട്ടത് സാമൂലിൻ്റെ അമ്മ പറഞ്ഞ സങ്കീർത്തനങ്ങളാണ് അവർ സ്വസ്ത്രഗീതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതവർ അന്ന് കാണാൻ പഠിച്ചാണ്. അവിടെ അന്ന് ദേവാലയത്തിൽ താമസിച്ച് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ദേവാലയത്തിൽ അമ്മ താമസിച്ചപ്പോൾ ആ ദേവാലയത്തിൽ വായിച്ചു കേട്ട സങ്കീർത്തനങ്ങളെല്ലാം കാണാപ്പാടമാണ് ആളിനെ. അതാണ് സാമൂലിൻ്റെ അമ്മ പറഞ്ഞിരുന്ന, ഗർഭം ധരിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് പകുതി മുക്കാലും അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ വരുന്നത്. അത്രയും വചനത്തോട് ഫോണ്ടാണ്, വചനത്തിൻ്റെ ദാസിയായിട്ട് ജോലി ചെയ്താണ്. അതാണ് പറയണത്. വചനം കേൾക്കുമ്പോൾ അമ്മ പറയുന്ന വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. വചനത്തിൻ്റെ മുമ്പിൽ മകളും മകനും ആകാൻ പറ്റത്തില്ല. നമുക്ക് ദാസനും ദാസിയുമാകാൻ പറ്റത്തുള്ളതെന്ന് ലോകത്തോട് പറയുന്നത് അമ്മയാണ്. കൈ ഇടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം പരിശുദ്ധാത്മ പറഞ്ഞ എന്താണ്? വചനത്തിൻ്റെ മുമ്പിൽ മകനും മകളും ആകാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം വചനമാരാണ്? ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മകനും മകളും ആകാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പം ദാസനും ദാസിയുമാകുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദാസനും ദാസിയുടെയും ഫീച്ചർ എന്താണ്? വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് ദി സെർവൻസ്? എന്താണത്? എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. That is a feature of a servant. Take the word of God. Isaiah 53. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ 53:7. യെശയ്യാ 53:7. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അവൻ തർക്കിക്കുകയോ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്,
ബഹളമുണ്ടാക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അത് വെച്ചാൽ ഐസയ 53:7 അവൻ മൗനം പാലിച്ചു എന്ന് പറയുന്നതും മത്തായി 12:17-18 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ലെന്ന് പറയണതും സിംഗിൾ ഇൻസിഡൻറ്റ്, സിംഗിൾ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ദൈവപൈതലെ, വെൻ യു ആർ എ സെർവൻറ്റ്, ദിസ് ഇസ് ദ ഫീച്ചർ ഓഫ് എ സെർവൻറ്റ്. നിങ്ങൾ ദൈവത്തിരുസന്നിധി വരുമ്പോൾ വചനത്തിൻ്റെ ദാസനോ ദാസ്യോ ആകാതെ മറ്റൊന്നുമായിട്ട് ഒരു കഥയുമില്ല. അങ്ങനെ നിങ്ങൾ വചനത്തിൻ്റെ ദാസനും ദാസ്യവുമായാൽ യേശുവിനെപ്പോലെയും അമ്മയെപ്പോലെയും നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടി വരും. അല്ലാതെ ഓരോരോ വിഷയം ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചില യൂണിയൻ നേതാക്കന്മാരെ പോലെ ഈ യൂണിയനിൽ ജോലി ചെയ്യത്തില്ലേ, ചുമട്ട് തൊഴിലാളികളൊക്കെ ജോലി ചെയ്തിട്ട് അവർ ഓരോ ചുമട് ജോലി ചെയ്തേച്ചും വന്ന് വീട്ടുകാരനുമായിട്ട് ഭയങ്കര തർക്കിക്കും, ചിലപ്പോൾ തന്തക്കും പിടിക്കും. അത് നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കണത്? ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയണത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചുമട്ടറൊക്കെ ചെയ്തേച്ചും ഉടനെ ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ട് തർക്കിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, എന്നിട്ട് എനിക്കെന്താണ് വിസ വരാഞ്ഞത്? ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് യു ആർ നോട്ട് എലിജിബിൾ ഫോർ ബീയിങ് എ ക്രിസ്ത്യൻ. നിങ്ങളുടെ ക്രിസ്ത്യാനി ആയിരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇത് ഉടമ്പടി സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ സംവിധാനമാണ്. സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് നോ ഹൗ ടു ഡീൽ വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവവുമായിട്ട് എങ്ങനെയാണ് ഒരു ഇടപെടണമെന്ന് അറിയണം. ദൈവത്തെക്കുറിച്ചൊരു ഇടപെടൽ ഈ അമ്മയെപ്പോലെ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെത്. വൈ മേരി ചോസൺ, വൈ മേരി സെലക്റ്റഡ് ആസ് ദ മദർ ഓഫ് ഗോഡ്. എന്തുകൊണ്ടാണ് അമ്മയെ ദൈവം അമ്മയാക്കാൻ തീരുമാനിച്ചത്? അത് അവളുടെ നിലപാട് കൊണ്ടാണ്. ഇതിൻ്റെ ഇരട്ടി സംഭവം ലോഡ് കയറിയാലും അമ്മ ബാർഗെയിൻ ചെയ്യത്തില്ല, തർക്കിക്കത്തില്ല, ബഹളമുണ്ടാക്കത്തില്ല. അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി വിഷയങ്ങളുടെ മേലെ ഞാനും നീയും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ ഉടമ്പടി ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ അവകാശങ്ങളെല്ലാം നീ എനിക്ക് വേണ്ടി ചൊരുക്കൂട്ടിയതാണെന്ന് അത് നിന്റെ മനസ്സിന് അനുപേക്ഷണമായ കാലസമയങ്ങളിലെ എനിക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോഴപ്പോൾ വരുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ്, മോശമായ അനുഭവങ്ങളോട് തകർക്കാനോ ശണ്ട കൂടാനോ സാധാരണ മനുഷ്യരെ പോലെ പെരുമാറിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെടാനോ ഇടവരുത്തല്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ നിങ്ങളോട് ശാസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നീരസം തോന്നരുത്. ഞാൻ നിങ്ങളെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. എക്സ്ട്രാക്ഷൻ എൻ്റെ അകത്ത് മെയിൻ സംഭവമാണ്. കുറേ സംഭവങ്ങൾ ഉടമ്പടിയിലുണ്ട്. ഒന്നാമത്തെ വിഷയമെന്ന് പറയണത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. രണ്ടാമത്തത് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷിയോടെ ഉണ്ടായി. അതായത് ഇവർ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാനത് ഇവിടെ നിന്ന് കേട്ടതാണ്. എന്താണ് സിറ്റുവേഷൻ ഞാൻ ഓർക്കണില്ല. ഇവർ പറയുന്ന എൻ്റെ മനസ്സിൽ തറച്ചൊരു സാധനമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ
എൻ്റെ അമ്മേ നീ എങ്ങാനും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോയെന്നാണ് അവർ പറയണത്. എൻ്റെ അമ്മേ, ഇപ്പം ഞാൻ ഒരിടത്തും ഇല്ലാത്ത അവസ്ഥയായി. എൻ്റെ അമ്മേ നീ എങ്ങാനും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ കരഞ്ഞു ചോദിച്ചു പോയി. ആ സെക്കൻഡിൽ ആ പ്രദേശം മുഴുവനും സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഉടമ്പടി രണ്ടാമത്തെ ഘട്ടം, പ്രസൻസ് ഓഫ് ഗാഡ്. കഴിഞ്ഞ ദിവസം വേറെ ഒരു നല്ലൊരു സാക്ഷി, ഇതുപോലെ എൻ്റെ സാക്ഷിയുണ്ട്. അത് ആരാണ്? ടെസ്സിമോൾ വിനോദ്, കഞ്ഞൂര്. ഒരു വർഷങ്ങളായിട്ട് കാനഡയിലാണ്, 8 വർഷമായിട്ട് കാനഡയിലാണ്. ടെസ്സിമോളിൻ്റെ സാക്ഷ്യം കയറി പോകുന്നുണ്ട് ശരിക്കും. എന്താ അവിടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവർ നേഴ്സാണ്, പക്ഷേ കുറേ ഗ്യാപ്പുള്ള ആളാണ്. കുറേ കാലം നേഴ്സ് പണി ഇല്ലായിരുന്ന ആളാണ്. ഹസ്ബൻഡ് ജോലിയില്ല. ഇതെവിടെ? കാനഡയിലാണ്. നാട്ടിലല്ലേ, നാട്ടിൽ ജോലിയാണെങ്കിൽ ബന്ധുക്കളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാനഡയിലൊന്നും ജോലി ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാം ഇങ്ങനെ കാർഡ് ബൈ പേയല്ലേ. പേയ്മെൻറ്റ് എവിടെയെങ്കിലും പോയാൽ പിന്നെ ഉടനെ സിവിൽ പോയിൻ്റ് പോകുകയും എല്ലായിടത്തും നമ്മളത് ബാധിക്കും. അപ്പോൾ ഇവർ ജോലിയില്ലാത്ത കുറേ ദിവസങ്ങൾ ഇവർക്ക് വന്നപ്പോൾ ഇവർക്ക് കിട്ടിയ കച്ചിത്തുരുമ്പ് എന്താണ്? ലൈറ്റക്കാൻ്റെ പെർക്വിസ്റ്റാണ്. അമ്മ ഇത് തന്നപ്പോൾ അന്ന് അമ്മ എത്രയോ വർഷങ്ങൾ ഉടമ്പടി തരുന്നതിന് മുമ്പ് ലൈറ്റക്കാൻ്റെ ആ ഒരു ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടി തരുന്നതിന് 3 മാസം മുമ്പാണ് അമ്മ ലൈറ്റക്കാൻ്റെയും പെർക്വിസ്റ്റ് തന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം 4000 പേരൊക്കെ ലൈറ്റക്കാൻ്റെ പെർക്വിസ്റ്റ് ചെയ്യണം. എന്ത് റഷാണ് വെബ്സൈറ്റിൽ. അപ്പോൾ എന്തുമാത്രം മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നേരെ ലൈറ്റക്കാൻഡിൽ ചെയ്തിട്ട് ഇറങ്ങണത്. എന്നുവെച്ചാൽ അവർ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആസ്തി ഭയങ്കരമാണ്. അത് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 86 മുതലുള്ള ആസ്തിയുണ്ട്, ആധ്യാത്മിക ആസ്തി. അതിലേക്കാണ് നിങ്ങൾ അഭയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ 2 ദിവസം കഴിയും അത് റിക്വസ്റ്റൊക്കെ സെലക്ട് ചെയ്ത്. കാര്യം ഇവിടെ സ്റ്റാഫ് കുറവാണ്, IT സെക്ഷൻ്റെ സ്റ്റാഫ് കുറവായത് കാരണം ഓവർ ടൈം ചെയ്താണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം താമസിക്കും. നിങ്ങളുടെ കാര്യം ദൈവം നടത്തി തരും. എന്താ, നിങ്ങളെ കൃപാസന അമ്മയുടെ അടുത്തേക്കാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതിനൊരു മീഡിയ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണത്? ഇതിങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ആധ്യാത്മിക ആസ്തിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു ടെസ്സി വിനോദിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ലിങ്കാണ്. ലിങ്ക് കിട്ടിയപ്പോൾ ടെസ്സി വിനോദ് ലൈറ്റക്കാരൻ്റെ റിക്വസ്റ്റിലേക്ക് 6 കാര്യങ്ങൾ അടിച്ചു കയറ്റിയിട്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ ഭർത്താവിന് സ്ഥിരമായൊരു ജോലി വേണമെന്നുള്ളതാണ്. കാരണം നിക്കക്കളിയില്ല, കാനഡയിൽ നിക്കക്കളിയില്ല. നാട്ടിൽ പോലും ജോലിയില്ലെങ്കിൽ നിക്കക്കളിയില്ല. അപ്പോൾ അവിടെയുള്ള അവസ്ഥ എന്താ? 2 പേർക്കും ജോലിയില്ല. അപ്പോഴുടനെ അതിന് 6 ദിവസത്തിനുള്ളിൽ അമ്മ റെസ്പോണ്ട് ചെയ്ത് സ്ഥിരമായ അടിപൊളി ജോലി കൊടുത്തു. പിന്നെ ഇവർ പക്ക ഇങ്ങനെ പതുക്കെ കയറി വന്നെ കാണാം. അവരുടെ ജോലി കിട്ടുന്നു, അവർ ഇൻ്റർവ്യൂവിന് പോകുന്നു. ഇത്രയും നാൾ എത്രയും ഇൻ്റർവ്യൂവിന് അവർ പോയിട്ടുണ്ട്, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരാ. പക്ഷേ ഇപ്പോൾ അമ്മ കൂടി പോകുമ്പോൾ ഇതാണ് അമ്മയുടെ സഞ്ചാര സാന്നിധ്യം എന്ന് പറയണത്. ഇപ്പം കൊടുത്തപ്പോൾ ഒരു ഹോസ്പിറ്റലുകാരെ വിളിച്ചപ്പോൾ എൻ്റെ ആദ്യം ഇൻ്റർവ്യൂ അവിടെ ഭാഷയും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ അവരെ ഹോസ്പിറ്റലിൽ കയറി. ഒരു ലൈഫ്, ഒരു തകർന്നു പോയ ഒരു ലൈഫ് വെറുതെ ഒരു കമ്പ്യൂട്ടർ പ്രയോഗത്തിലാണ് സെറ്റ് ചെയ്ത് വരുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ. അപ്പോൾ ദൈവം എന്തുമാത്രം ഹോണർ ചെയ്യുന്നോ എന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലാക്കാം. ടെസ്സി അതിനുശേഷം ലൈഫൊന്ന് ക്രമീകരിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ പോയി അടുത്തുള്ള കത്തോലിക്ക പള്ളിയിൽ പോയി കർത്താവിൻ്റെ അടുത്തിരിക്കും. അത് നല്ല സാക്ഷ്യമാണ്. ആരും ചെയ്യാത്തൊരു സാധനമാണ്. നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കണത് ദൈവം തന്നെയായിരിക്കും. ഇവർ മറ്റൊരാരും ചെയ്യാത്ത തനത്ത് അവർ തീരുമാനമെടുത്തു. കർത്താവ് അവരുടെ ജീവിതം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ 1/2 മണിക്കൂർ പോയി അടുത്തുള്ള പള്ളിയിലിരിക്കും. പള്ളി 1/2 മണിക്കൂർ കർത്താവിൻ്റെ അടുത്തിരിക്കും. അപ്പോൾ നല്ല -44 ആണ് ടെമ്പറേച്ചർ. നമ്മൾക്കിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 19 ഉണ്ട് രാവിലെ. മൂന്നാറിലൊക്കെ 6 ടെമ്പറേച്ചറാണ്, മൈനസല്ല കേട്ടോ, അത് പ്ലസ്സാണ്. എന്നിട്ട് നമ്മൾക്ക് എന്തെല്ലാം സ്വെറ്ററൊക്കെ ഇട്ടാണ് നമ്മൾ മൂന്നാറുകാരൊക്കെ ജീവിക്കണം അവിടെ ഇങ്ങോട്ടൊക്കെ വരണത്. ഇത് കാനഡയിൽ -44 0 വന്നിട്ട് പിന്നെ മൈനസിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഐസ് കട്ടയായിട്ട് വീഴുന്ന സ്ഥലമാണ്. അത്രയും കിടുകിടുപ്പുള്ള സ്ഥലത്ത് ഇവർ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരി വരും ഇവിടുത്തെ. അവിടെ പഞ്ചാബ് കോളനി ഉണ്ടെന്നാണ് പറയണത്. ഒരു ഹിന്ദിക്കാരി വരും, സാരി ഉടുത്ത് വരും. എന്ത് സാരി? ഈ സിൽവർ ഗ്രേയിലെ സാരി ഉടുത്തൊരു ഹിന്ദിക്കാരി വന്ന് ചോദിക്കും, ചെടുത്തി വന്ന് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ടെസ്സി പറയും, എൻ്റെ ദൈവം ആ കൂടിൻ്റെ അകത്തുണ്ട്, ആ സക്രാരിലുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിനടുത്ത് ഇരിക്കുകയാണ്. ഓക്കെ വെൽ എന്ന് പറഞ്ഞ് അടി അടിച്ചു അവൾ പോകും. പിന്നെ അവളെ കാണത്തില്ല. ടെസ്സി പറയണത് ഈ ഹിന്ദിക്കാരി അവിടെ ഹിന്ദിക്കാർ കുറേ അകലെയാണ് പഞ്ചാബുകാരുള്ളത്. പക്ഷേ ഈ വയറൊക്കെ കാണിച്ച് നെക്കൊക്കെ തോന്നുന്നത് ഈ -44 ആര് വരാനാ? അതാണ് ചോദ്യം. -44 തണുപ്പിൽ അത്രയും കൊടും ശൈത്യത്തിൽ ഈ സാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാവില്ല, കഴുത്ത് കാണും. നമ്മുടെ ഈ പട്ടാളക്കാരൊക്കെ ട്രക്കിങ്ങിൽ പോകണില്ലേ, അവർ ട്രക്കിനൊക്കെ പോകുമ്പോൾ അവർ അറിയാതെ എങ്ങാനും വണ്ടിയുടെ പുറത്ത് കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ കണ്ടിച്ചു പോകും, മരവിച്ച്. അത്രയും ഒരു അവസ്ഥയിൽ അപ്പോൾ അവർ പറയണത് മനുഷ്യനല്ലെന്നാണ് പറയണത്. അമ്മയുടെ കളർ സാരി ഉടുത്ത് വന്നിരിക്കുകയാണ്. സംചാര സാന്നിധ്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, ഉടമ്പടിയിൽ നിങ്ങൾ ഉടമ്പടി വെടിപ്പായിട്ടാണ് ചെയ്യണത്, ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണതെന്ന്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് പലരും ചെയ്യണത്. അതാണ് പ്രശ്നം. ദൈവത്തിന് വേണ്ടിയല്ല ചെയ്യണത്. നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ജോലി കിട്ടാൻ വേണ്ടി എണ്ണി തികച്ച്, ഇനി എണ്ണി നോക്കുമോ, ഇനി 10 പത്രം, ഇനി 6 പത്രം, ഇനി 4 പത്രം, ആശ്വാസം. പത്രത്തിൽ എണ്ണം കഴിയുന്തോറും ആശ്വാസം കൂടിയിരിക്കുകയാണ്. നിന്നോട് ആര് പറഞ്ഞ് നീ തലവേദന എടുക്കുക വെച്ചേക്കുക? വല്ല കഥയുണ്ടാ? നീ വരെ പണിക്ക് പോകും. നിനക്ക് പറഞ്ഞിട്ടുള്ള അല്ല ഇത്. ഓരോ 10 പത്രം 15 പത്രം മേടിച്ചിട്ട് 5 എണ്ണം കൊടുത്തു കഴിയുമ്പോൾ ഇനി 10 എണ്ണേ ഉള്ളൂ, 10 എണ്ണം സമാധാനമായി. അപ്പോൾ പത്രത്തിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് സമാധാനം ഉണ്ടാകേണ്ടത് മാനുഷിക സമാധാനമാണ്. യു ആർ നോട്ട് ഡൂയിങ് ദ ഡ്യൂട്ടി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജോലിയല്ല ചെയ്യണത്. നിൻ്റെ കാര്യം എന്തോ നേടാൻ വേണ്ടി സാങ്കേതികമായിട്ട് ദൈവത്തെ നീ വരച്ച വരെ കൊണ്ടുവരാൻ വേണ്ടി കുറേ അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. ഇതൊന്നുമല്ല ഉടമ്പടി. ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതക്രമമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അമ്മയെപ്പോലെ ദൈവസ്നേഹം നിറഞ്ഞ്, ദൈവവിശ്വാസം നിറഞ്ഞ്, ദൈവത്തിൽ പ്രത്യാശ നിറഞ്ഞ് സമർപ്പിക്കേണ്ട കാര്യത്തിലെ ദൈവത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിന് സാരസംഗ്രഹമായി കണ്ട് മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒരാൾ മാതാവിനെ കണ്ടാൽ പോരാ. ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. നിങ്ങളെ ആ ഒരു ലൈനിലേക്ക് വരാൻ വേണ്ടിയാണ്. കാര്യം നമുക്ക് ഞെട്ടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് അല്ലേ ഉടമ്പടിയിലുള്ളത്. ഞാനിങ്ങനെ ഓർക്കിയിരുന്നേ, ഇത് ഈ വലിയൊരു ദൈവികമായ രഹസ്യം വെളിപ്പെട്ട് കിട്ടാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് എന്തോ ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ലോകത്തേക്കും ജീവിതത്തിലേക്കും ജീവിതക്രമത്തിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിനീത് വർഗീസ് നല്ലൊരു സാക്ഷ്യമാണ്. വർഗീസിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, വർഗീസ് ഒരു ബിസിനസ് മാനാണ്. ബിസിനസ്സുകാർ കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. വർഗീസ് തിരുപ്പൂരാണ് ബിസിനസ് ചെയ്യണത്. അപ്പോൾ അയാളുടെ കുറച്ച് സ്വാധീനത്തിൽ ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. ഇസ്രയേലിലെ ഒരു കമ്പനിയുമായിട്ട് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. വസ്ത്രം കയറ്റിയേക്കുന്നതാണ്. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് ഹൈക്ക് കിട്ടി, കമ്പനി പച്ചപിടിച്ചു, നല്ല ഓർഡർ കിട്ടി, നല്ല ലാഭം കിട്ടി. അപ്പോഴെന്നാ പറ്റി? വർഗീസിനെ അവർ ചവിട്ടി പുറത്താക്കി. അതാണ് എല്ലായിടത്തും പ്രശ്നം. അതാണല്ല, നമ്മുടെ കൊണ്ട് കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ പിശാച് കയറി അവരത് ഒതുക്കി കളയുക.
പുതുക്കി കളയാം. അപ്പോൾ വർഗീസ് ഇവിടെ വന്നിച്ചും ഉടമ്പടി എടുത്തുവെച്ച് എന്നെ കണ്ട് എമർജൻസി കേസായ കാരണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല, നീ മര്യാദയ്ക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി. നീ ഒന്നും ചവിട്ടി പുറത്താക്കത്തില്ല. കാര്യം അമ്മ വിചാരിക്കാതെ കമ്പനിയല്ല, ഈ ബിസിനസ് ഒന്നുമല്ല, അമ്മയല്ലേ. അപ്പോൾ നീ ഈ കാശ്ചര്യം കൊണ്ട് ഒന്നും അവരോട് സംസാരിക്കണ്ട, ഞാനൊരു കാശ്ചര്യം കൊണ്ടേ കൊടുത്തു, നീ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഈ കാശ്ചര്യം കൊണ്ടേ കമ്പനി വെച്ചാൽ മതി, ബാക്കിയെല്ലാം അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാര്യം അത് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ്, അല്ലാതെ കാശ്ചര്യത്തിലെ വലിയ തന്ത്രങ്ങളുണ്ടായിട്ടല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കൃപാസനത്തിൻ്റെ ഒരു നേർച്ച വസ്തുക്കളും നിങ്ങൾ വേറെ ചില വിശ്വാസങ്ങളില്ല വസ്തുക്കളുമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെന്ന് പറയണത് മുഴുവൻ, ഇതിൻ്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, അല്ലാതെ ആ വിഷയത്തിലല്ല. നിങ്ങൾ ഉപ്പിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കാശ്ചര്യം വെച്ചെന്നൊക്കെ പറയുമ്പോഴേ അതിൻ്റെ വിഷയം മുഴുവനും ക്രിസ്ത്യാനിറ്റിയിൽ അതിൻ്റെ മുഴുവൻ ആക്ഷൻ നടക്കുന്നത് ആ വസ്തുവിലല്ല, വ്യക്തിയിലാണ്. വ്യക്തിയുടെ ഹൃദയത്തിലാണ് നടക്കുന്നത്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണത് വ്യക്തിയാണ്, അല്ലാതെ കാശ്ചര്യവുമല്ല. യേശു കർത്താവാണ്, അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അല്ലാതെ കാശ്ചര്യവുമല്ല. അതൊരടയാളമാണ്, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ബാഹ്യമായ ഒരു അടയാളമാണ്. ഈ ബാഹ്യ അടയാളം ഉടമ്പടിയുടെ ഭാഗമാണ്. ജ്ഞാപനങ്ങൾ നേരത്തെ എത്രയോ വർഷം മുമ്പ് ഉടമ്പടിക്കാലത്ത് യഹൂദന്മാർ കെട്ടി നെറ്റിക്കൊണ്ട് നടന്നതാണ്. അത് അവിടെ ഹൃദയത്തിൽ ക്ഷമ പ്രേയറുണ്ട്. ഹിയറോ ഇസ്രായേൽ, ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ്, യു ഷാൽ ലവ് യുവർ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞപ്പോൾ യഹൂദൻ കിടന്ന് അലറി വിളിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുന്ന ക്ഷമ പ്രേയറുണ്ട്. അത് ഉറക്ക പ്രഖ്യാപിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവൻ നെറ്റിയിലത് കൊണ്ടു നടക്കുന്നത്, ആ തകിട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു ആശീർവാദം തന്നിരിക്കുകയാണ്. അതിലെ മുഴുവൻ പവർ ഒന്ന് കൃപാസനത്തിൽ, ഒന്ന് നിൻ്റെ ചങ്കിലുമാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിലാണ് നീ വിശ്വസിക്കണത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുണ്ടാകണമെന്ന്. കാരണം വസ്തുവിലല്ല, ആ വസ്തുവിനെ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അത് റെസ്പോണ്ട് ആകത്തില്ല. അപ്പം അത് വളരെ സീരിയസ് വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞ്, വർഗീസ് നീ ഇത് കൊണ്ടുപോയി അവിടെ വെക്ക്, ബാക്കി അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അപ്പം തന്നെ കമ്പനിയുടെ വിഷയങ്ങളെല്ലാം മാറി. അവനെ ചവിട്ടിപ്പുറത്താക്കിയിരുന്ന ആ പാർട്ടിയാണ് അവനെ തിരിച്ചു വിളിച്ച് ക്ലിയറാക്കി വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത്, എന്നിട്ട് പിന്നെ അവസാനം ഇവിടെ വരുന്ന വിഷയം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടി ബിസിനസ്സാണ് ചെയ്യണത്? 5 കോടിയുടെ ബിസിനസ്സാണ് ചെയ്തിരിക്കണത്. ഇവിടെ വരുമ്പോൾ സീറോയിലും തുടങ്ങിയ ആളല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാനാണെന്ന് പറയത്തില്ല. നമുക്ക് കേരളത്തിൽ 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ പിന്നെ അവൻ BMW കൃപാസനത്തിൽ പോലും വരത്തുള്ളൂ. അതല്ലേ പ്രശ്നം. മലയാളിനെ സഹായിക്കാൻ വലിയ പാടാണേ. മലയാളി 50 ലക്ഷത്തിൻ്റെ ബിസിനസ് ചെയ്താൽ മതി, അപ്പം തന്നെ മറ്റേ റൈമാൻ ക്ലാസ്സും വെച്ച് BMW വന്നിറങ്ങി വിടുക. അടിപൊളി പരിപാടി. എൻ്റെ മക്കളെ, അവിടുന്ന് തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തീർക്കണം പാർത്തു. കൃപ വർക്ക് ചെയ്യണത് വിനീതാവസ്ഥയിലാണ്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ബിസിനസ് മാനാണ്, അപ്പോൾ എൻ്റെ റാങ്ക് എൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്, അതനുസരിച്ചിട്ട് ചെന്നാൽ ബാങ്കുകാർ ലോൺ ചെയ്യും. നീ എന്തെങ്കിലും കുന്ത്രാണ്ടം പറഞ്ഞോ, പക്ഷേ ദൈവത്തിന് മുമ്പിൽ നീ അഭ്യാസം കാണിക്കരുത്. ദൈവത്തിന് മുമ്പിൽ താഴ്മയോടെ ദൈവ തിരുസന്നിധിയിൽ തെളിമയോടെ നിൽക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. 1 പത്രോസ് 5:6. 1:10-6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, പറഞ്ഞ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതാണ് അവിടുന്ന് ഉയർത്തുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സമയത്താണ്. വർഗീസിൻ്റെ വിഷയം എന്താണ്? വിനീത് വർഗീസ് എന്താ ചെയ്യണത്? വിനീത് വർഗീസിനോട് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ തിരുപ്പൂരെന്ന് കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുകയാണ്, എടാ ഓർഡർ വന്നാ? ആ ഓർഡർ വന്നു. എത്ര ലക്ഷത്തിൻ്റെ? 5 കോടിയുടെ. ഞങ്ങളാണല്ലോ ഓണേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്.
ഇതാണ് വിഷയം. തിരുപ്പൂരത്തുള്ള ഓണേഴ്സ് രാവിലെ മുതൽ ഇൻ്റർനെറ്റിൽ അവർ ഓണറുമായിട്ട്, ഇസ്രയേലിലെ ഓണറുമായിട്ട് ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ ലഭിക്കുന്നതിനെക്കുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓർഡർ വന്നിരിക്കുന്ന ആളുടെ അക്കൗണ്ടിലാണ്, വർഗീസിൻ്റെ അക്കൗണ്ടിലാണ്. ഉടനെ വർഗീസ് തിരിച്ചടിച്ചു, നിങ്ങൾ ഓണർമാരുമായിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ അമ്മയുമായിട്ടാണ് സംസാരിച്ചത്. കൈ ഇടിച്ച് കർത്താവ്